ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ NIDയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് 2023 പറ്റിയിട്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി NID അഡ്മിഷൻ നോക്കിയിരിക്കുന്ന എല്ലാ കുട്ടികളെ സംബന്ധിച്ചിട്ടും തങ്ങളുടെ റാങ്ക് വെച്ചിട്ട് കിട്ടാനുള്ള സാധ്യതകളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ NID അഹമ്മദാബാദ് നമുക്കറിയാം, NIDസിൽ തന്നെ ടോപ്പായിട്ടുള്ളതും ഏറ്റവും പഴയ NIDസിലൊന്നാണ്. അപ്പോൾ അത് 47 ആണ് ഓപ്പൺ കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക്. ജനറൽ EWS കാറ്റഗറിയിൽ വരുമ്പോൾ കാറ്റഗറി റാങ്ക് 15 ആണ്. OBC നോൺ ക്രീമി ലെയറിലെ കാറ്റഗറി റാങ്ക് 39, SC STയിൽ 21ഉം 12ഉം ആണ് ലാസ്റ്റ് റാങ്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. NID ആന്ധ്രാപ്രദേശ് വന്നപ്പോൾ 154 ഓപ്പൺ കാറ്റഗറി, ജനറൽ EWSയിൽ 49, OBC നോൺ ക്രീമി ലെയറിൽ 117, SC STയിൽ 57ഉം 41 ആണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് വന്നത്. NID ആസാം വരുമ്പോൾ 255 ആണ് ഓപ്പൺ കാറ്റഗറിയിൽ, ജനറൽ EWSയിൽ 53, OBC നോൺ ക്രീമി ലെയറിൽ 139, SC ST വന്നപ്പോൾ 90ഉം 48 ആണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് വന്നിട്ടുള്ളത്. NID മധ്യപ്രദേശിൽ 196 ആണ് ഓപ്പൺ കാറ്റഗറി വന്നത്, ജനറൽ EWSയിൽ 44, OBC നോൺ ക്രീമി ലെയറിൽ 150, SC ST 70, 40 ആണ് വന്നത്. NID ഹരിയാനയിൽ വന്നപ്പോൾ ഓപ്പൺ കാറ്റഗറി 181, ജനറൽ EWS 36, OBC നോൺ ക്രീമി ലെയറിലാണെങ്കിൽ 103, SC ST വന്നപ്പോൾ 49, 42 ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം കിട്ടിയ കാര്യമാണ് ഈ വീഡിയോയിലുള്ളത്. ഇത്തവണത്തെ കോമ്പറ്റീഷൻ അനുസരിച്ചിട്ട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും. എങ്കിലും ജനറലായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള റാങ്ക് അനുസരിച്ച് കിട്ടാനുള്ളൊരു സാധ്യതയെ പറ്റിയാണ് പറയുന്നത്. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവർക്ക് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള NIDസൊക്കെ അപ്ലൈ ചെയ്യുക. ബാക്കി അലോട്ട്മെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഹയർ ഓപ്ഷൻസിലേക്ക് പ്രയോറിറ്റി അനുസരിച്ച് കയറി പോവുകയും ചെയ്യും. ഇതാണ് ജനറലായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ താങ്ക് യു.